ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2011 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ക്യാറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വൺ ലൈൻ പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ ഒരു പെറ്റ് ഷോപ്പാണ് കാണിക്കുന്നത്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടും ഈ പൂച്ചക്കുട്ടികള് അതേപോലെ തന്നെ നായ്ക്കുട്ടികള് ഇതൊക്കെയാണ് ഉള്ളത്. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ സോയി അവൾ ഈ ഒരു പെറ്റ് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് കാണിക്കുമ്പോൾ അവളുടെ കയ്യിൽ സിൽക്കി എന്ന് പറഞ്ഞിട്ടൊരു പൂച്ചയുണ്ട്. അപ്പൊ അതിനെ ഗ്രൂമിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കൊണ്ടു കൊടുത്തതാണ്. അവളാണെങ്കിൽ നല്ലതുപോലെ അതിനെ വാഷ് ചെയ്തിട്ട് അവൾക്കാണെങ്കിൽ ആ ഒരു പൂച്ചയെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതിനോട് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ച് അതിനെ നല്ലതുപോലെ തന്നെ വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു പൂച്ചയുടെ മുഖത്തിന്റെ രണ്ട് ഭാഗത്തും പിങ്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ തേക്കാണ്. എന്നിട്ട് പറയും നിന്റെ അമ്മയ്ക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും. അങ്ങനെ ആ ഒരു പൂച്ചയെ വളരെ നല്ലതുപോലെ തന്നെ വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ് ദി ക്യാറ്റ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പൂച്ചയുടെ ഓണർ ഉണ്ടല്ലോ, ആ ഒരു ലേഡി ഇവിടേക്ക് വരുന്നതും ആ ഒരു പെറ്റ് ഷോപ്പിന്റെ ഓണർ ആണെങ്കിലും ആ വരൂ മേഡം അകത്തേക്ക് വാന്നെല്ലാം പറഞ്ഞിട്ട് അവരകത്തേക്ക് കൊണ്ടുവന്ന ആ ഒരു പൂച്ചയെ കാണിക്കുമ്പോൾ നല്ലതുപോലെ തന്നെ അതിനെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഹീറോയിൻ ആയാലും ആ ഒരു പൂച്ചയെ എടുത്ത് വെച്ച് കണ്ണടി അടുത്തേക്ക് വെച്ചിട്ട് അതിനെ കളിപ്പിക്കുകയാണ്. അതേസമയം കാണിക്കുമ്പോൾ അവിടെയുള്ളൊരു റൂമിനകത്ത് എന്തോ ഒരു രൂപം കണ്ട് ഹീറോയിൻ അവിടേക്ക് നോക്കുമ്പോൾ അതിനെ കാണാനില്ല. ഓക്കെ, കുറച്ചു നേരം അവൾ നോക്കി നിൽക്കുന്നതും അവിടെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ അത് വലിയ കാര്യമാക്കാതെ ആ ഒരു പൂച്ചയെ ഈ ഒരു ലേഡിക്ക് കൊടുക്കാണ്. അതേസമയം തന്നെ കാണിക്കുമ്പോൾ ആ ഒരു കണ്ണാടിയിൽ രണ്ട് കൈകൾ വന്ന് പതിഞ്ഞതുപോലെ ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ അവര് വെളിയിലേക്ക് പോകുന്നത് നമ്മുടെ ഹീറോയിൻ നേരെ വെളിയിലേക്ക് വന്നിട്ട് വേസ്റ്റ് എല്ലാം അങ്ങനെ കളയുന്ന സമയത്താണ് ഈ ഒരു ലേഡിയെ കാണുന്നത്. കാണിക്കുമ്പോൾ അവർ ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതേസമയം തന്നെ ആ ഒരു പൂച്ചയുടെ അടുത്ത് ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ഒരു പൂച്ചയെ നല്ലതുപോലെ ഇങ്ങനെ തലോടുന്നുണ്ട്. ഹീറോയിൻ കുറെ നേരം അങ്ങനെ നോക്കി നിൽക്കുന്നതും ആ ഒരു പെൺകുട്ടി പതിയെ ഇങ്ങനെ മുഖം തിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാറ് പാസ് ചെയ്ത് പോകുന്ന ആ ഒരു സമയം കൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ അവിടെ കാണാനില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലേഡി പൂച്ചയും കൊണ്ട് നേരെ അവരുടെ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് ഈ ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റിനകത്തേക്ക് കയറിയിട്ട് അത് അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ലിഫ്റ്റ് അടയുന്നില്ല. ആരോ ഒരാൾ ഇടയ്ക്ക് വന്നിട്ട് കൈ വെക്കുമ്പോഴത്തേക്കും ഈ ഒരു ലിഫ്റ്റിന്റെ ഡോറ് തുറന്നു വരുമല്ലോ. അതുപോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവർക്കാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവരാണെങ്കിലും ഒന്ന് രണ്ട് തവണ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ആ ഒരു പൂച്ചയുണ്ടല്ലോ അത് നല്ലതുപോലെ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. എന്തോ കണ്ട് പേടിച്ചതുപോലെ അവരുടെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങാനെല്ലാം ശ്രമിക്കുകയാണ്. അപ്പൊ ഇവരാണെങ്കിൽ ഒരു വിധത്തിൽ അതിനെ അടക്കി നിർത്തിയിട്ട് ആ ഒരു ലിഫ്റ്റിങ്ങിനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ മുകളിൽ കാണിക്കുമ്പോൾ ആ ഒരു ലേഡിയുടെ ഭർത്താവ് അയാളാണെങ്കിൽ ഈ ഒരു ലിഫ്റ്റിനടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. കാരണം ഈ ഒരു ഭാര്യ താഴെ നിന്ന് കയറിയെന്നുള്ള കാര്യം അയാളെ വിളിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും ഈ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് വന്നു. പക്ഷെ അത് തുറക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. അപ്പൊ ഇയാൾ വിളിച്ചു നോക്കുന്നുണ്ട്. അതേസമയം ആ ഒരു ഭാര്യയുടെ ഫോണാണെങ്കിൽ ഉള്ളിൽ നിന്നിട്ട് അങ്ങനെ റിങ് ചെയ്യാണ്. പക്ഷെ അവരാണെങ്കിൽ എടുക്കുന്നില്ല. എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാളാണെങ്കിലും ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഒരു ലിഫ്റ്റിന്റെ ഡോർ തുറക്കുന്നതും ആഹാ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് ആ ഒരു ലേഡി അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതുമല്ലാതെ അവരുടെ കയ്യിലെ നഖങ്ങളെല്ലാം ഇളകി പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പൂച്ചയും അവിടെ നിന്ന് ഓടിയും പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പെറ്റ് ഷോപ്പിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ നേരത്തെ ആ ഒരു റൂമിൽ എന്തോ വന്നതുപോലെ അവൾക്കൊരു സംശയം തോന്നിയിരുന്നല്ലോ. ആ ഒരു റൂമിലേക്ക് തന്നെ നോക്കിയിട്ട് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് നോക്കുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന് ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞിട്ട് ആ രസമുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഇടുങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അടച്ചിട്ട റൂം, ഇതിനകത്തെല്ലാം പെട്ടുപോകുന്നൊരവസ്ഥ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളെല്ലാം ഹീറോയിൻ കഴിക്കുന്നുണ്ട്. അതൊരു ഡോക്ടറെ കണ്ട് അത് കഴിഞ്ഞ് അവള് നേരെ തിരിച്ചു വരുന്ന സമയത്താണ് ഒരു പോലീസ് വണ്ടി അങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ ഈ ഒരു വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ ഫോളോ ചെയ്ത് ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ അടുത്തുള്ളൊരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. കാണിക്കുമ്പോൾ വെളിയിൽ ആളുകളൊക്കെ കൂടി നിൽപ്പുണ്ട്. വേറെ ഒന്നുമല്ല, നേരത്തെ ആ ഒരു പൂച്ചയെ കൊണ്ടുപോയ ലേഡി മരിച്ചല്ലോ, അവരുടെ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതുമല്ല, ആ ഒരു പൂച്ചയാണെങ്കിൽ ആ ഒരു പോലീസുകാരൻ കൂടെയുള്ള മറ്റൊരു പോലീസുകാരൻ ഇങ്ങനെ കൈമാറുന്നു. അവനാണെങ്കിൽ ആ ഒരു പൂച്ചയും കൊണ്ട് വെളിയിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കാണുകയാണ്. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത് ആ ഒരു പോലീസ് ഓഫീസർ ഹീറോയിന്റെ സുഹൃത്താണ്. അവന്റെ പേര് ജോൺ സിയോക്ക്. അങ്ങനെ ഇവര് രണ്ടുപേരും കണ്ടിട്ട് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പൂച്ചയുടെ ഓണർ ആ ഒരു ലേഡി മരിച്ചു എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഷോക്കായിപ്പോയി. കാരണം കുറച്ച് മുന്നേ ആണല്ലോ അവർ ആ ഒരു പൂച്ചയും കൊണ്ട് അവിടെ നിന്ന് പോയത്. അപ്പോൾ ഹീറോയിൻ പറയുന്നത് എനിക്ക് അവരെ അറിയാം, എന്റെ ഷോപ്പിൽ വന്നിട്ട് പോയതേല്ലോ എന്ന് പറയുമ്പോൾ ജോൺ സിയോക്ക് അപ്പോൾ ഇവനാണ് നമ്മുടെ ഹീറോ ചോദിക്കും അല്ല ഈ ഒരു പൂച്ചയെന്ന് വെച്ചേക്കാൻ കഴിയൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് വാങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിലും കുഴപ്പമില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂച്ചയാണല്ലോ. അങ്ങനെ ഹീറോയിന്റെ നമ്പർ അവൻ വാങ്ങി. അത് കഴിഞ്ഞ് ഹീറോയിൻ ആ ഒരു പൂച്ചയും കൊണ്ട് വീണ്ടും പെറ്റ് ഷോപ്പിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഇയാളോട് ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കാണ് അയാൾ ചോദിക്കുന്നത് മരിക്കുമ്പോൾ ഈ ഒരു പൂച്ച ആ ഒരു ലേഡിയോടൊപ്പം ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിനെ വാങ്ങിക്കാനായിട്ട് വേറെ ആരും വരത്തില്ല. അപ്പോൾ ഹീറോയിൻ പറയും അങ്ങനെയൊന്നുമില്ല, അതിന്റെ ഉടമസ്ഥൻ തന്നെ ഇതിനെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒരു ഓണർ പറയും ഇല്ലില്ല അതൊന്നും കഴിയത്തില്ല, വേണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ വെച്ചോ
എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ഇങ്ങനെ തള്ളി മാറ്റി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു പൂച്ച അയാളെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഹീറോയിൻ ആയാലും അവിടെയുള്ള ഒരു കൂട്ടിലേക്ക് ആ ഒരു പൂച്ചയെ ഇങ്ങനെ ഇരുത്തിയിട്ട്, ശരി നീ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു കൂടടയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു പൂച്ച നല്ലതുപോലെ ഇങ്ങനെ കരയാണ്, അതിന് അവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ലാത്തതുപോലെ. അങ്ങനെ അവൾ അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് അടുത്തുള്ള ഒരു കണ്ണാടിയിലേക്ക് നോക്കുന്നതും ഇതെന്താണെന്ന് അറിയുന്നില്ല. ഈ ഒരു പെൺകുട്ടി എപ്പോഴും ഹീറോയിന്റെ മുന്നിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന്. അങ്ങനെ ഹീറോയിനായാലും വേറെ വഴിയില്ലാതെ ആ ഒരു പൂച്ചയും കൊണ്ട് അവള് വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. എന്നിട്ട് അവൾ വീണ്ടും മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെയുള്ള ഒരു കാറിനടിയിലായിട്ട് 4 കണ്ണുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അത് അവളെ വാച്ച് ചെയ്യുന്നത് പോലെ. അങ്ങനെ ഹീറോയിനായാലും ആ ഒരു പൂച്ചയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ആ റൂമും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് ആ ഒരു പൂച്ചയോട് പറയാണ്, ദേ ഇതാണ് റൂം, പിന്നെ ഇവിടെ ഡോറോ കാര്യങ്ങളോ ഒന്നുമില്ല, നിനക്ക് നല്ലതുപോലെ ഓടിക്കളിക്കാം എന്നെല്ലാം പറഞ്ഞ് ആ ഒരു പൂച്ചയും കൊണ്ട് സോഫയിലേക്ക് വന്നിരുന്നിട്ട് അതിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ച. ദേ എന്റെ വീട്ടിലുണ്ട് ഒരാള്, കഴിക്കാൻ മാത്രം എണീറ്റ് വരും, ആള് ഇതാണ്. അങ്ങനെ ഹീറോയിനായാലും അതിനോടൊപ്പം സംസാരിച്ചിരിക്കുമ്പോൾ അവളുടെ സുഹൃത്ത് ഇങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നതാണെന്ന് വെച്ചാല് അവൾക്ക് ഇപ്പോൾ ഒരു പൂച്ചയെ വേണം വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ഏയ് നിനക്ക് എങ്ങനെ തരും, നീയല്ലേ ഇതിനു മുന്നേ ഒരു പൂച്ചയെ കൊണ്ടുവന്നിട്ട് അതിനെ കൊണ്ട് കളഞ്ഞേ, നിനക്കാണെങ്കിൽ പൂച്ചയെ നോക്കാൻ പോലും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, ഹേയ് അങ്ങനെയൊന്നുമല്ല, അത് ഓടിപ്പോയതല്ലേ, എന്തായാലും എനിക്ക് ഒരെണ്ണത്തിനെ ഒപ്പിച്ചതാ. അപ്പോഴേ ഹീറോയിൻ പറയും, അല്ല ജൂൺ സിയോക്കിനെ ഞാനിന്ന് കണ്ടിരുന്നു, അവനിപ്പോ ലോക്കൽ പോലീസാണ് എന്നെല്ലാം പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ആ ഒരു സുഹൃത്തിന്റെ കാമുകനായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജൂൺ സിയോക്ക്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ആ ഒരു സുഹൃത്ത് പറയും, അല്ല പഠിക്കുന്ന സമയത്ത് നിനക്ക് അവൻ ഇഷ്ടമല്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അവൾ ആ ഒരു പൂച്ചയെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അങ്ങനെ കളിപ്പിച്ച് ആ ഒരു പൂച്ചയാണെങ്കിലോ അടുത്തുള്ള ആ ഒരു കട്ടിലിനടിയിലേക്ക് കയറി ഇങ്ങനെ പോകുന്നതും അവളാണെങ്കിലും, ഓ നീ അടിയിൽ പോയി ഒളിച്ചല്ലേ, വെളിയിലേക്ക് വാന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ആ ഒരു കട്ടിലിനടിയിലേക്ക് കുനിഞ്ഞ് ആ ഒരു പൂച്ചയെ വലിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ ഉള്ളിൽ കാണിക്കുന്നതും ആഹാ 2 കണ്ണുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹീറോയിൻ മുകളിലേക്ക് വന്നിട്ടാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത് തന്നെ. എന്നിട്ട് പതിയെ താഴേക്ക് കുനിഞ്ഞ് അതെന്താണെന്ന് ഇങ്ങനെ നോക്കുന്നതും ആ ഒരു 2 കണ്ണുകളും പതിയെ ഇങ്ങനെ തല കീഴായിട്ട് തിരിഞ്ഞിട്ട് ഹീറോയിൻ അങ്ങ് പേടിച്ചു പോവും. സത്യം പറയാല് ഈ ഒരു സീൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഈ ഒരു മൂവി തന്നെ ചെയ്യാന്ന് വെച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടിയെ ഇപ്പോൾ കാണാറുണ്ട് എന്നുള്ള കാര്യം അവളുടെ ഡോക്ടറിനോട് വന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്ടർ പറയുന്നത് വേറെ ഒന്നുമല്ല, ഇത് അസുഖത്തിന്റെ ഭാഗമായിട്ട് തോന്നുന്നതായിരിക്കും, ഇതിനുള്ള മരുന്നിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്താം എന്നെല്ലാം ആ ഒരു ഡോക്ടർ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിനും അവളുടെ സുഹൃത്തും കൂടി ചേർന്നിട്ട് ഈ സുഹൃത്തിനൊരു പൂച്ചയെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ ആ ഒരു പൂച്ചയെ എടുക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അത് ഈ ഒരു അടുത്ത് ഈ കാണാതായിട്ടുള്ള പൂച്ചകൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു തെരുവിലെല്ലാം നടക്കുന്ന നായ്ക്കളുണ്ടല്ലോ അതുപോലെ തന്നെ പൂച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം പിടിച്ചുകൊണ്ട് വന്ന് ഈ ഒരു സ്ഥലത്താണ് വളർത്തുന്നത്. അങ്ങനെ അവിടേക്ക് ഇവർ രണ്ടുപേരും നടന്നു ചെന്ന് ഇവർ രണ്ടുപേരും അവിടെ ലീ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനാണ് ഈ ഒരു പൂച്ചകളെല്ലാം നോക്കുന്നത്. അതിനകത്ത് ചെറിയ നായ്ക്കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ഡോർ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു കല്ല് അവിടേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അകത്തേക്ക് പോകുമ്പോൾ ഈ വയ്യാണ്ടായിട്ടുള്ള പൂച്ചകള്, മരിക്കാറായി കിടക്കുന്ന പൂച്ചകള് കാണുമ്പോൾ തന്നെ സങ്കടം വരും. ആ രീതിയിൽ ഒരുപാട് പൂച്ചകളൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ഈ ഒരു സുഹൃത്താണെങ്കിലും അവൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പൂച്ചയെ നോക്കാണ്. അപ്പോഴേക്കും ആ ഒരു പൂച്ചകളെല്ലാം നോക്കുമല്ലോ, അവൻ പെട്ടെന്ന് ഇവരോട് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൂച്ചകളെയൊക്കെ നോക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പതിയെ മറ്റൊരു മുറിക്കകത്തേക്ക് പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ ഒരു ചത്ത പൂച്ചയുണ്ട്. അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു വലിയ ബർണർ ഉണ്ട്, അതിനകത്തേക്കിട്ട് ആ ഒരു പൂച്ചയെ അങ്ങ് കത്തിച്ച് കളയാണ്. അപ്പൊ ഇതുപോലെയാണ് അവൻ ചെയ്യുന്നത്. ഇവിടെ വയ്യാണ്ട് കിടക്കുന്ന പൂച്ചകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മരിച്ചതിന് ശേഷം അതിനെല്ലാം നേരെ ഇവിടേക്ക് കൊണ്ടുവന്നാണ് കത്തിച്ച് കളയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൻ നേരെ തിരിച്ചു വരുന്നതും ആ ഒരു സുഹൃത്താണെങ്കിൽ ഇപ്പോൾ ഒരു പൂച്ചയെ നോക്കി അങ്ങനെ അതിനെ എടുത്തിട്ട് ഇവര് രണ്ടുപേരും നടന്ന് വെളിയിലേക്ക് വരുന്ന സമയത്താണ് അതിൽ മരിക്കാറായിട്ട് കിടക്കുന്ന ഒരു പൂച്ചയുണ്ട്. അതിനെ തന്നെ നമ്മുടെ ഹീറോയിൻ കുറെ നേരം നോക്കിയിരിക്കുന്നതും ഇവര് രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോൾ അവൾ ആ ഒരു ഡോറിൽ വെച്ചിരുന്ന കല്ലുണ്ടല്ലോ അത് മാറിയിട്ട് ആ ഒരു ഡോർ അങ്ങ് അടയുന്നതും ഹീറോയിൻ ഇപ്പോൾ പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അവൾ എത്രയും വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അവര് രണ്ടുപേരും അത് കേട്ടില്ല. അതേ സമയം ആ ഒരു പൂച്ചകളെല്ലാം ഇതിനകത്ത് ഇടുന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. പൂച്ചകളും നായ്ക്കളും എല്ലാം കുരയ്ക്കുന്നതും കരയുന്ന ശബ്ദമെല്ലാം കേട്ടിട്ട് ഹീറോയിൻ ഇപ്പോൾ വല്ലാണ്ടായി. എന്ത് സംഭവിക്കുന്നെന്ന് പോലും അറിയുന്നില്ല. പെട്ടെന്ന് ഹീറോയിൻ നേരെ താഴേക്ക് വീണിട്ട് അവൾ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാകുമ്പോഴത്തേക്കും ആ ഒരു സുഹൃത്ത് പെട്ടെന്ന് വന്ന് ഡോർ തുറന്ന് അവളെ അങ്ങ് വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ഇവർ ആ ഒരു CCTV പരിശോധിക്കാൻ ആ ഒരു ലേഡി മരിച്ചത് എങ്ങനെയാണെന്ന് കാണിക്കുമ്പോഴത്തേക്ക് അവർ ആ ഒരു ലിഫ്റ്റിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനകത്തുള്ള ക്യാമറ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടല്ലോ ആ ഒരു ലേഡിയുടെ കയ്യിൽ പൂച്ച ചാടി ഇറങ്ങി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ എന്തോ ഒരു കാര്യം കണ്ട് പേടിച്ച് മാറി നിൽക്കുന്നു. അതേപോലെ തന്നെ പിന്നീട് അത് കണ്ട് പേടിച്ച് അവർ ആ ഒരു ലിഫ്റ്റിന്റെ ഡോർ തുറക്കായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതും ആ ഒരു വഴിക്കാണ് അവരുടെ നെഖമെല്ലാം ഇളകി പോകുന്നത്. അത് കഴിഞ്ഞ് അവർ അറ്റാക്ക് വന്നതുപോലെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അതുമല്ല അതിനിടയ്ക്കുള്ള കുറച്ച് ഭാഗമാണെങ്കിൽ പെട്ടെന്ന് പോസ് ആയി പോയി. അവിടെ എന്താണ് സംഭവിച്ചെന്ന് ഇവർക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു പെറ്റ് ഷോപ്പിൽ നിന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കാണ്. അതേസമയം അതിനകത്തുള്ള ഒരു പട്ടിക്കുട്ടി അത് നല്ലതുപോലെ ഇങ്ങനെ കരയാൻ തുടങ്ങുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഹീറോയിൻ നേരെ അതിനടുത്തേക്ക് ചെന്നിട്ട് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ
അത് പെട്ടെന്ന് കരച്ചിൽ നിർത്തുന്നതും അങ്ങനെ ഹീറോയിന്റെ പുറകില് ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് അതങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ പെട്ടെന്ന് ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഇല്ല. അതേസമയം റൂമിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഹീറോയിൻ പതിയെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് ആ ഒരു റൂമിന്റെ ഡോർ പതിയെ ഇങ്ങനെ വലിച്ചു തുറക്കുന്നതും അതിനുള്ളിലെ ഒരുപാട് പൂച്ചകൾ ഇങ്ങനെ ചത്തു കിടക്കുന്നത് പോലെ ഇതെല്ലാം കണ്ട് ഹീറോയിൻ പേടിച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് അതിനകത്തുനിന്ന് ഒരു കൈ വന്നിട്ട് അവളെ വലിച്ച് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പോവാണ്. ഹീറോയിൻ ആണെങ്കിൽ ഒരു വിധത്തിൽ ചവിട്ടി അതിൽ നിന്ന് പിടിവിട്ടിട്ട് ഓടി വെളിയിലേക്ക് വന്ന് ആ ഒരു പെറ്റ് ഷോപ്പിന്റെ ഡോറും തുറന്ന് നേരെ വെളിയിലേക്ക് വന്നിട്ട് ഉള്ളിലേക്ക് നോക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നിട്ട് പതിയെ അടുത്തേക്ക് നടന്നു വന്ന് ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോ ആ ഒരു മുറിക്കകത്ത് ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് ഇപ്പോഴും ഉണ്ട്. അതും കണ്ട് പേടിച്ച് വീണ്ടും വെളിയിലേക്ക് വരുമ്പോ നമ്മുടെ ഹീറോ അവിടേക്ക് വന്നു. അപ്പൊ അവൻ ചോദിക്കും അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് പറയുന്നതും ഹീറോ അകത്തേക്ക് പോയിട്ട് ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോ അതിനകത്തൊന്നും കാണാനില്ല. അവൾക്കെല്ലാം തോന്നിയതാണ്. ശരി ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് രണ്ടുപേരും നടന്നു പോകുമ്പോ ഹീറോ കൂടെ തന്നെ വരുന്നുണ്ട്. അതുപോലെ വീടിനടുത്ത് എത്തുമ്പോഴത്തേക്കും അവൻ ചോദിക്കുന്നുണ്ട് ഓ ഇതാണല്ലേ വീട്? ആ അതെ. ശരി ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ ഒരു പൂച്ചയില്ലേ അതിനെ അതിന്റെ ഓണർ തിരിച്ചെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിനക്ക് കുറച്ചുകൂടി നാള് അതിനെ നോക്കാൻ കഴിയൂ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല ഇതിനു വേണ്ടിയിട്ടാണോ ഇവിടെ വരെ വന്നേ? ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു. ഏയ് അതല്ല മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ബോഹിയോട് ഞാൻ പോലീസുകാരനാണെന്ന് പറഞ്ഞു. വേറെ ആരുമല്ല നമ്മുടെ ഹീറോയിന്റെ സുഹൃത്തുണ്ടല്ലോ അവളെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോ ഹീറോയിൻ പറയും അതെ പറഞ്ഞിരുന്നു. അല്ല അവളെന്താ പറഞ്ഞേ? അവളാണ് എന്നോട് പറഞ്ഞത് പോലീസിൽ ചേരാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിന് മനസ്സിലായി ഇവൻ ഇപ്പോഴും അവളെ ഇഷ്ടമാണെന്ന്. പക്ഷെ ഹീറോയിന് അവനോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നതും ഹീറോയിന്റെ മുഖം ചെറുതായിട്ടൊന്ന് വാടിയിട്ട് അകത്തേക്ക് ഇങ്ങനെ പോകുന്നതും അവൻ അവിടെ നിന്ന് നടന്നു പോവാണ്. അതല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോഴത്തേക്കും അതൊരു വല്ലാത്ത വിഷമം തന്നെയാണ്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് അകത്തേക്ക് നടന്നു പോകുമ്പോൾ വീണ്ടും വെളിയിലെ രണ്ട് പൂച്ചകൾ വന്നിട്ട് അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. അങ്ങനെ ഹീറോയിൻ അകത്തേക്ക് പോയി ഉറങ്ങി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ എവിടെ നിന്നോ ആരോ എന്തോ കുടിക്കുന്നത് പോലെ. അങ്ങനെ അവൾ ആ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അത് ഹീറോയിന്റെ അച്ഛനാണ്. അച്ഛൻ എന്താ ഇവിടെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും അയാള് ഒരു ഭരണിയിൽ നിന്നും വെള്ളം ഇങ്ങനെ കോരി കുടിക്കുകയാണ്. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ ഹീറോയിന്റെ ആ ഒരു പൂച്ചയുണ്ടല്ലോ വെള്ളപ്പൂച്ച സിൽക്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പൂച്ചയെ കൊന്ന് അതിനുള്ളിൽ വെച്ചേക്കുന്നു. ഇത് കാണുന്നതും അവള് പെട്ടെന്ന് അലറി വിളിക്കുമ്പോ അത് സ്വപ്നമായിരുന്നു. അപ്പൊ ഹീറോയിൻ ആളെ ഞെട്ടി എഴുന്നേറ്റിട്ട് ഓ സിൽക്കി ആ ഒരു പൂച്ച എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് അതിന്റെ വാല് ഈ ഒരു പുതപ്പിനടിയിൽ കിടപ്പുണ്ട്. ഓക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പതിയെ ആ ഒരു പുതപ്പ് മാറ്റുമ്പോ ഉള്ളില് ഒരു തലമുടി കാണുന്നു. അങ്ങനെ അവൾ ആ ഒരു പുതപ്പെടുത്ത് മാറ്റുന്നതും ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് ആയിരുന്നു അവിടെ. അങ്ങനെ അതും കണ്ട് പേടിച്ചിട്ട് ഞെട്ടി എഴുന്നേൽക്കുമ്പോ അതും ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ അവള് മരുന്നെല്ലാം കഴിച്ച് അത് കഴിഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്രണ്ട് ആണെങ്കിലും ഹീറോ ഉണ്ടല്ലോ അവനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹീറോയിന് വീണ്ടും നല്ല വിഷമമുണ്ട്. അങ്ങനെ ഈ ഒരു സുഹൃത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവളുടെ ആ ഒരു പൂച്ചയുണ്ടല്ലോ പുതുതായിട്ട് വാങ്ങിച്ച ആ ഒരു പൂച്ചയെ എന്തോ ചെയ്യാൻ വേണ്ടി അതിനെ എടുത്ത് ടേബിളിലേക്ക് കിടത്തുമ്പോഴത്തേക്ക് അത് കിടക്കുന്നില്ല. അത് പെട്ടെന്ന് എന്തൊക്കെയോ കാണിക്കുമ്പോൾ അവൾ പറയുന്നത് ഏയ് അടങ്ങി കിടക്കുന്നില്ല പറയുമ്പോൾ ആ ഒരു പൂച്ച അവളുടെ കയ്യിലേക്ക് അള്ളിയിട്ട് പെട്ടെന്ന് ഓടി മറ്റൊരിടത്തേക്ക് പോകുന്നതും അവള് നേരെ ആ ഒരു വശത്തേക്ക് ചെന്നിട്ട് ആ ഒരു പൂച്ചയാണെങ്കിൽ ഇപ്പൊ ഒരു ടേബിളിനടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവള് പറയും ഏയ് മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, ഞാൻ 1 മുതൽ 3 വരെ എണ്ണും എന്നിങ്ങനെ പറഞ്ഞിട്ട് എണ്ണുമ്പോഴത്തേക്കും ഈ ഒരു പൂച്ച അവിടെ നിന്ന് പേടിച്ച് അടുത്തൊരു വശത്തേക്ക് ഓടി ഈ ഡ്രസ്സെല്ലാം ഇട്ടേക്കുന്ന ആ ഒരു വശത്തേക്ക് ഓടിയിട്ട് അതിനകത്തേക്ക് കയറി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇവളാണെങ്കിലും പുറകെ വന്നിട്ട് ഓ നീ ഇവിടെ ഇരിക്കാനല്ലേ, നിന്നെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്നാണ് വിചാരിച്ചത്, ഞാൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് വന്ന് ആ ഒരു തുണി ഇങ്ങനെ മാറ്റുന്നതും പൂച്ചയ്ക്ക് പകരം അതിനകത്ത് ആ ഒരു ചെറിയ പെൺകുട്ടിയെ ഈ ഒരു സുഹൃത്തും കാണുന്നു. അങ്ങനെ അത് കണ്ട് പേടിച്ച് ആ ഒരു സുഹൃത്ത് പുറകിലേക്ക് മാറിയിരിക്കുന്നതും ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് പതിയെ അവളുടെ അടുത്തേക്ക് വരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്ന് ഈ ഒരു സുഹൃത്തിനെ നോക്കുമ്പോൾ അവൾ എവിടെയും കാണാനില്ല. ഇവളെവിടെ പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവളുടെ കാലിങ്ങനെ ആ ഒരു തുണികൾക്കിടയിൽ കാണുന്നതും ആ ഒരു തുണി ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഹീറോയിനും പെട്ടെന്ന് ആ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ട് പേടിച്ച് പുറകിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു തുണികളെല്ലാം തനിയെ ഇങ്ങനെ മാറുന്നു. അതേപോലെ തന്നെ അതെല്ലാം കൂടി അവളുടെ മുകളിലേക്ക് വന്ന് വീഴുന്നതും ആ ഒരു സുഹൃത്തും അവിടെ മരിച്ച അവസ്ഥയിൽ ഇരിക്കുന്നതാണ് ഹീറോയിൻ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു സുഹൃത്തിനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നോക്കുമ്പോഴത്തേക്കും ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല, ആ ഒരു സുഹൃത്തും മരിച്ചിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു സുഹൃത്തിന്റെ ബോഡിയായിട്ട് തിരിച്ചു പോവാണ്. അങ്ങനെ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2 നേഴ്സുമാർ കൂടെയുണ്ട്. അതേസമയം ഹീറോയിൻ നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ മൂടിയിട്ടേക്കല്ലേ, അവളുടെ കണ്ണിൽ നിന്നും രക്തം വരുന്നത് പോലെ ഹീറോയിൻ പതിയെ അവരെ വിളിച്ചിട്ട് ഹേയ് അവൾക്ക് ജീവനുണ്ടെന്ന് തോന്നുന്നു, തിരിഞ്ഞു നോക്കാൻ പറയുമ്പോൾ അവർ നോക്കിയിട്ട് ഇല്ല മാഡം നിങ്ങൾക്ക് തോന്നുന്നായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ അങ്ങനെ തന്നെ നോക്കി എന്നിട്ട് എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി ആ ഒരു തുണി ഇങ്ങനെ മാറ്റി നോക്കുന്നതും അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ പെട്ടെന്ന് ആ ഒരു സുഹൃത്ത് കണ്ണു തുറന്ന് ഹീറോയിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റപ്പിടുത്തം പേടിച്ച് താഴേക്ക് വന്നിരിക്കുന്നതും അവളുടെ ശരീരം ആ ഒരു ബെഡിൽ നിന്നും പതിയെ താഴേക്ക് വീണിട്ട് ഹീറോയിനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഹീറോയിൻ പേടിച്ചിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. കുറെ നേരം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു നേഴ്സുമാര് പെട്ടെന്ന് മേഡം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇത്രയും നേരം കണ്ടതെല്ലാം തോന്നലായിരുന്നു, ഇത് ഹീറോയിന് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവൻ നേരെ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് എന്താ സംഭവിച്ചേ,
നീ അവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇതേപോലെ അവൾ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടു, അപ്പോൾ പൂച്ച അകത്തേക്ക് പോയി, പിന്നെ ആ ഒരു തുണികൾക്കിടയിൽ എന്തൊക്കെയാ സംഭവിച്ചെന്നെല്ലാം പറയുമ്പോൾ ഹീറോ എന്താണെന്ന് വ്യക്തമായിട്ട് സംസാരിക്കും എന്നും പറഞ്ഞ് ഹീറോയിനെ വഴക്ക് പറയാണ്. കാരണം അവൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവന് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വന്ന് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കാണ്. അപ്പോഴേക്കും ആ ഒരു പൂച്ചയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് കയ്യിലേക്ക് വെച്ച് വെട്ടി കൊടുക്കും. അങ്ങനെ വിരൽ മുറിഞ്ഞിട്ട് അതിങ്ങനെ കെട്ടിവെക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പൂച്ച അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലേക്കെല്ലാം ഇങ്ങനെ നക്കുന്ന സമയത്ത് അവൾ ചോദിക്കും, ഹേയ് നിനക്ക് വിഷമമുണ്ടോ എന്നെല്ലാം ചോദിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു പൂച്ച അവളുടെ രക്തമാണ് ഇങ്ങനെ നക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് ഹീറോയിൻ പെട്ടെന്ന് അതിനെ തട്ടിക്കളയുമ്പോൾ താഴെ തുള്ളിയായിട്ട് വീണെടുക്കുന്ന ആ ഒരു രക്തം ഉണ്ടല്ലോ, അത് വന്നതിനെ നക്കുന്നു. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അതിനെ തള്ളി മാറ്റുമ്പോൾ ആ ഒരു പൂച്ച അവളെ നോക്കി അങ്ങനെ ദേഷ്യപ്പെടും. ഇത് കാണുന്നതും ഹീറോയിൻ പെട്ടെന്ന് ഓക്കെ ഇതിന് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ആ ഒരു പൂച്ചയെ എടുത്ത് അതിന്റെ ഓണറിന് തന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ആ ഒരു പൂച്ചനെ കൊണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് ചെന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ലിഫ്റ്റ് കേടായതുകൊണ്ട് ആ ലിഫ്റ്റിലാണല്ലോ ആ ഒരു സ്ത്രീ മരിച്ചത്, അതുകൊണ്ട് പടിക്കെട്ട് വഴി കയറി പോവാന്ന് പറഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നടന്ന് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും താഴെ നിന്ന് ആരോ കയറി വരുന്നത് പോലെ ഹീറോയിനായാലും ശ്രദ്ധിച്ച് താഴേക്ക് നോക്കുമ്പോൾ അത് ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് ആയിരുന്നു. ഇത് കാണുന്നതും ഹീറോയിൻ ഓടി മുകളിലേക്ക് പോകുന്നു. താഴെ നിന്നാണെങ്കിൽ ഓരോ ലൈറ്റുകളായിട്ട് ഇങ്ങനെ അണഞ്ഞണഞ്ഞു വരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഓടി മുകളിലേക്ക് വന്നിട്ട് ആ ഒരു കോളിംഗ് ബെല്ല് ഇങ്ങനെ അടിക്കാൻ അയാൾ തുറക്കുന്നില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അടുത്തുള്ള റൂമിലെ ഡോർ പതിയെ ഇങ്ങനെ തുറക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ഓണറും ഡോർ തുറക്കുന്നു. അങ്ങനെ ഈ ഒരു പൂച്ചയെ കൊണ്ട് അകത്തേക്ക് വന്നിട്ട് ആ ഒരു ഓണറിനോട് കാര്യം പറയുമ്പോൾ അയാളാണെങ്കിൽ ഈ ഒരു പൂച്ചയെ എടുക്കാനായിട്ട് തയ്യാറല്ല. ഈ ഒരു പൂച്ച വന്നതിന് ശേഷം അയാളുടെ ഭാര്യയ്ക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ അവളിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല എന്ത് കാര്യങ്ങള്? അതെ, ബോബ് കട്ടുള്ള ആ ഒരു പെൺകുട്ടി ഈ ഒരു വീടിനകത്തുണ്ടെന്ന് നീ എപ്പോഴും അവള് പറയുമായിരുന്നു. അതുപോലെ ഈ ഒരു പൂച്ച വന്നതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഈ ഒരു പൂച്ചയെ എനിക്ക് നോക്കാൻ കഴിയത്തില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കാശ് തരാം. നിനക്ക് നോക്കാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ നീ കൊല്ലുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊടുക്കളയും എന്ന് അയാൾ ഇങ്ങനെ പറയുമ്പോൾ ഹീറോയിന് മനസ്സിലായ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് ഈ ഒരു പൂച്ചയായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പൂച്ചയെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ആ ഒരു പൂച്ചയെ കൊണ്ട് കളയാനായിട്ട് പോവാണ്. അങ്ങനെ അതിനെ ആ ഒരു കൂട്ടിലാക്കിയിട്ട് കുറെ ദൂരെയായിട്ട് ഒരു പാർക്കിന് വശത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കും. അപ്പൊ അത് കരയും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോർ തുറന്നു വെച്ചിട്ട് എനിക്കിനി നിന്നെ നോക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് നടന്ന് പോവാണ്. പോകുമ്പോൾ അത് കരയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് വിട്ടിട്ട് പോകാൻ മനസ്സില്ല. എന്നിരുന്നാലും അവൾ അതിനെ വിട്ടിട്ട് അവിടെ നിന്ന് ഓടി കുറെ ദൂരം വന്നിട്ട് വീണ്ടും അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവിടെ നിന്ന് പതിയെ എങ്ങനെ തിരിഞ്ഞു നോക്കി മുന്നിലേക്ക് നോക്കുമ്പോൾ ഇതുപോലൊരു മുത്തശ്ശി മുന്നിൽ വന്ന് നിൽക്കുന്നത് അവൾ പെട്ടെന്ന് പേടിച്ചുപോയി. അപ്പോഴേക്കാണ് കാണിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശി വഴി തെറ്റി വന്നതാണെന്ന് തോന്നിയിട്ട് അവള് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കും. അപ്പോഴേക്കാണ് ആ ഒരു പോലീസുകാർ പറയുന്നത് ഈ ഒരു മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെളിയിലിറങ്ങി നടക്കാറുണ്ട്. അവരുടെ മകൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ മകനായാലും അവിടേക്ക് വന്നിട്ട് അയാളുടെ അമ്മയെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ വന്നിട്ട് നേരത്തെ അവളോട് ദേഷ്യപ്പെട്ടതിന് സോറി എല്ലാം ചോദിക്കും. അപ്പോഴാണ് ഹീറോയിൻ അത് പറയാനുള്ള ആ ഒരു കാരണം അത് ഹീറോയോട് പറയുന്നത് ആ ഒരു പൂച്ചയ്ക്ക് ചുറ്റും എന്തോ ഒരു വിചിത്രമായ കാര്യം നടക്കുന്നുണ്ട്. അതുപോലെ ഞാനാണെങ്കിൽ ഇപ്പൊ ആ ഒരു പൂച്ചയെ കൊണ്ട് കളഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അതുപോലെ പൂച്ചകൾ കാരണം ആളുകൾ മരിക്കൂ. എന്റെ സുഹൃത്തും അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയും പൂച്ചകളെ ദത്തെടുത്തതിന് ശേഷമാണ് മരണപ്പെട്ടത്. അതുപോലെ അത് രണ്ടുപേരും ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടെന്ന് പറഞ്ഞിരുന്നു, അത് ബോബ് കട്ടുള്ള. അതുപോലെ തന്നെ ഞാനും കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്ന് ആ ഒരു സ്ത്രീ മരിച്ച കാര്യമുണ്ടല്ലോ ആ ഒരു ലിഫ്റ്റിലെ ആ ഒരു വീഡിയോ വീണ്ടും എടുത്ത് പ്ലേ ചെയ്ത് ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഹീറോയിനെ വിളിച്ചിട്ടാണ് അവളുടെ സുഹൃത്തുണ്ടല്ലോ ഹീറോയുടെ കാമുകി, അവൾ ആ ഒരു പൂച്ചയെ എവിടെ നിന്നാണ് എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അതെനിക്കറിയാം. ഓക്കെ, ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാമെന്ന് ഇങ്ങനെ പറയുന്നതും എന്നും പറഞ്ഞിട്ട് ആ ഒരു നമ്പർ ഇങ്ങനെ അയച്ചു കൊടുക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഹീറോയിന്റെ സുഹൃത്ത് എടുത്തിരുന്ന ആ ഒരു പൂച്ചയെ അയാൾ തിരിച്ചു കൊണ്ടുപോയി. അതേസമയം ആ ഒരു സ്ഥലത്ത് ഹീറോയിന്റെ സുഹൃത്ത് വാങ്ങിച്ച ആ ഒരു പൂച്ചയെ അയാളിപ്പോ എന്തോ മരുന്ന് കുത്തിവെക്കാനായിട്ട് വരികയാണ്. അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ അയാളെ വിളിച്ചിട്ട് അല്ല നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയ ആ ഒരു പൂച്ച അത് ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ലില്ല, ആ ഒരു പൂച്ച ഇവിടെ ഇല്ല, അതിന് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് കേൾക്കാൻ വയ്യെന്നെല്ലാം പറഞ്ഞ് അവൻ ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നതും അവനിപ്പോ സത്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ ഒരു പൂച്ചയെ കൊല്ലാൻ പോവാണ്. ഇവനാണെങ്കിൽ അതിനെ നോക്കാൻ വയ്യ. അതുകൊണ്ട് ആ ഒരു പൂച്ചയെ അങ്ങനെ ഒരു മരുന്ന് കുത്തിവെച്ച് അതിനെ കൊന്നിട്ട് അതിനെ എടുത്ത് ആ ഒരു ബർണർ ഉണ്ടല്ലോ അതിനടുത്തേക്ക് കൊണ്ടുപോയി ആ ഒരു ബർണറിനകത്തേക്ക് വെച്ചിട്ട് അതങ്ങനെ അടച്ചിട്ട് പെട്ടെന്ന് അത് ഓൺ ചെയ്യാനായിട്ട് വരുമ്പോൾ പുറകിൽ എന്തോ ഒരു ശബ്ദം, തിരിഞ്ഞു നോക്കുമ്പോൾ അതിങ്ങനെ തുറന്നു കിടക്കുന്നു എന്നും പറഞ്ഞിട്ട് അവൻ അത് ഒന്നുകൂടി അടച്ച് വീണ്ടും വന്ന് ഓണാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും പുറകിലെ ശബ്ദം കേൾക്കുന്നു. അവൻ വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ഇതെന്താണെന്നും പറഞ്ഞ് അതിങ്ങനെ തുറന്നിട്ട് അതിനുള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനില്ല. അങ്ങനെ അവൻ കുറെ നേരം നോക്കി ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ അവന്റെ പുറകെ തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് ഉണ്ട്. എന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവനെ അങ്ങനെ കഴുത്തിൽ പിടിച്ച് വലിച്ച് അതിനകത്തേക്ക് ആക്കിയിട്ട്
ഈ ഒരു ബർണർ അങ്ങ് ഓൺ ചെയ്യുന്നതും ആ ഒരുത്തൻ അതിനകത്ത് കിടന്ന് വെന്ത് മരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനെ ഹീറോ വിളിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് ആ ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് എന്താണെന്ന് നോക്കാന്നും പറഞ്ഞ് ഹീറോയിനെ കൊണ്ട് പോവാണ്. കാരണം ഹീറോയിൻ അറിയാലോ ആ ഒരു സ്ഥലം ഏതാണെന്ന്. അങ്ങനെ ഹീറോയിനെ കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് അവന്റെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ റൂമിൽ അവൻ കൊന്ന പൂച്ചകളുടെ എല്ലാത്തിന്റെയും ഫോട്ടോ എടുത്തിങ്ങനെ വെച്ചേക്കുന്നു. കാരണം അവൻ അതുപോലെ ഒരു സൈക്കോയാണ്, ഈ പൂച്ചകളെല്ലാം കൊല്ലുന്ന. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ഇവർ ആ ഒരു ബർണർ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കെല്ലാം വന്ന് അവിടേക്ക് നോക്കിയിട്ട് ആ ഒരു ബർണർ അങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും കത്തി കരിഞ്ഞിരിക്കുന്ന അവന്റെ ശരീരമാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഓണർ ഉണ്ടല്ലോ അവരെ കണ്ടിട്ട് ഈ ഒരു പൂച്ചകളെല്ലാം നിങ്ങൾ എവിടെ നിന്നാ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ നിന്നാണ് അതിനെല്ലാം കൊണ്ടുവന്നത്. അതുപോലെ അവൻ ഇതിനെ കൊല്ലാൻ കാരണം അതിന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉള്ളത് കൊണ്ടെന്നല്ല, അങ്ങനെ ഞാൻ ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് ആ ഒരു ഓണർ ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ ഈ ഒരു പൂച്ചകളെല്ലാം ആ ഒരു പാർക്കിൽ നിന്ന് കൊണ്ടുവരാൻ കാരണം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ആ ഒരു പാർക്കിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് ഈ ഒരു പൂച്ചകൾ വലിയ ശല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തെ ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് പൂച്ചകളെല്ലാം അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അനിമൽ റെസ്ക്യൂ ടീമുണ്ട്, അവരോടൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വെളിയിൽ വന്നിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും പറയുന്നത് ഈ മരിച്ചവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്, എല്ലാവരും അടച്ചിട്ട ഭാഗങ്ങളിലാണ് മരിച്ചിട്ടുള്ളത്. എന്റെ സുഹൃത്ത് അടച്ചിട്ട ആ ഒരു റൂമില് ആ ലിഫ്റ്റിലെ ലേഡി പിന്നെ ഈ ഒരു ബർണറിനകത്ത് മരിച്ച് ഇവരെല്ലാവരും ചെറിയൊരു മുറിക്കുള്ളിലാണ് മരിച്ചു കിടക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു പാർക്കുണ്ടല്ലോ പൂച്ചകളെല്ലാം കൊണ്ടുവന്ന അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ഒരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒരാള് ആ ഒരു പാർക്കിനടുത്ത ഒരു ബിൽഡിങ്ങിൽ ഈ പൂച്ചകളുടെ ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് ഒരു പരാതി വന്നു, ഇതിനകത്ത് എന്തോ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ, അതിനകത്ത് ഒരുപാട് പൂച്ചകൾ ചത്തു കിടക്കുന്നതാണ്. അതുപോലെ ആ ഒരു സമയത്ത് അവിടെ ജീവനോടെ ഉണ്ടായിരുന്ന കുറച്ച് പൂച്ചകൾ വെളിയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതിനെല്ലാം അനിമൽ റെസ്ക്യൂ ടീം പിടിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഹീറോയിൻ നോക്കും അല്ല രക്ഷപ്പെട്ട പൂച്ചകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ ആ ഒരു വെള്ള പൂച്ചയുണ്ടല്ലോ ഹീറോയിൻ കൊണ്ട് നടക്കുന്ന ആ ഒരു പൂച്ചയുണ്ട്. പിന്നെ ഇവരുടെ പെറ്റ് ഷോപ്പിലുള്ള ഒരുപാട് പൂച്ചകളും അതേപോലെ തന്നെ ഹീറോയിന്റെ സുഹൃത്ത് ഈ പൂച്ചകളെയൊക്കെ ദത്തെടുത്തല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പൂച്ചകൾ ഇതിനെ എല്ലാവരും സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഹീറോയിൻ അവിടെ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു പെറ്റ് ഷോപ്പിലെ ഓണർ ഉണ്ടല്ലോ അയാൾ പെട്ടെന്ന് ഹീറോയിനെ വിളിച്ചിട്ട് ഏയ് നീ ഇത്ര ദിവസമായിട്ട് എവിടെയാ പോയി കിടക്കുന്നേ, ജോലിക്കും വരുന്നില്ല, നിന്റെ ഇഷ്ടത്തിന് കറങ്ങി നടക്കുവാണോ, പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്നെല്ലാം പറഞ്ഞ് ഹീറോയിനെ വഴക്ക് പറഞ്ഞിട്ട് അയാൾ അതിനകത്ത് നിൽക്കുമ്പോൾ ആ ഒരു വെളുത്ത പൂച്ച ഉണ്ടല്ലോ സിൽക്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പൂച്ച ഇപ്പോൾ ഷോപ്പിനകത്തേക്ക് ഓടിക്കയറും. അപ്പൊ ഇയാൾ പറയും നീ എന്തിനാ ഇവിടെ വന്നേ, എവിടെ നിന്നാ വന്നേന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പൂച്ചയെ പിടിച്ച് അവിടെ ഒരു കൂടിനകത്തേക്ക് ആക്കിയിട്ട് അതിങ്ങനെ കിടന്ന് കരയുമ്പോഴത്തേക്ക് അതിനെ കൊണ്ടുവന്ന് അടുത്തുള്ള ഒരു മുറിക്കകത്തേക്കാക്കി അവിടെ കിടക്ക് മിണ്ടരുതെന്നും പറഞ്ഞ് ഇയാൾ പെട്ടെന്ന് വെളിയിലേക്ക് വരുമ്പോൾ അത് വീണ്ടും കരയുന്ന ശബ്ദം കേട്ട് അകത്തേക്ക് വന്നിട്ട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് ഒരു വടിയെടുത്ത് അതിനിങ്ങനെ കുത്തുകയാണ്, നല്ലതുപോലെ നോവിക്കുന്നുണ്ട്. അതേ സമയം ആ ഒരു റൂമിന്റെ ഡോർ പാതി അങ്ങനെ അടയുന്നതും പുറകിൽ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നു. എന്നിട്ട് അയാളുടെ ചെവിക്കടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഓക്കെ തനിക്ക് തോന്നിയതായിരിക്കും എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അയാളുടെ കയ്യിലേക്ക് രക്തം വന്ന് വീഴാണ്. ഇയാൾ പേടിച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്നും ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് ഇയാളുടെ ദേഹത്തേക്ക് ചാടി വീണ് അയാളുടെ മുഖമെല്ലാം അള്ളിക്കേറി അയാളെ കൊല്ലുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോയിൻ ഈ ഒരു ഷോപ്പിലേക്ക് വന്നിട്ട് അയാളെ നോക്കുമ്പോഴത്തേക്ക് എവിടെ കാണുന്നില്ല. അങ്ങനെ അയാൾ മരിച്ചിടക്കുന്ന ഒരു റൂമിനടുത്ത് നിൽക്കുമ്പോൾ രക്തം നല്ലതുപോലെ താഴേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് ഡോർ വലിച്ചു തുറക്കുമ്പോൾ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നു. ഇതും കണ്ട് പേടിച്ച് ഹീറോയിൻ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിരുന്നിട്ട് നമ്മുടെ ഹീറോയെ വിളിക്കും. ഹീറോ വന്ന് കാര്യമെല്ലാം തിരക്കി ഹീറോ നേരെ അകത്തേക്ക് പോയി നോക്കുമ്പോൾ അയാൾ മരിച്ചെടുക്കുന്നതാണ് കാണുന്നത്. അതേസമയം കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു വെള്ള പൂച്ചയുണ്ടല്ലോ അതിപ്പോ ഹീറോയിൻ അടുത്തേക്ക് നടന്നു വന്ന് അവളുടെ മുന്നിലായിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഹീറോയിൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുമല്ല ഹീറോ അവളോട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് ഹീറോയിനെ അവനോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ അതിങ്ങനെ തുറന്നു പറയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവളെന്താ ചെയ്യുന്നത് വെച്ചാലേ ഇതിനെല്ലാം കാരണം എന്താണെന്ന് അറിയണം. ഈ ഒരു പൂച്ചകളെല്ലാം കൊണ്ടുവന്ന സ്ഥലത്ത് നിന്നാണല്ലോ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അങ്ങനെ ആ ഒരു പാർക്കും അതിനടുത്തുള്ള വലിയൊരു അപ്പാർട്ട്മെന്റും അതിങ്ങനെ കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെയും നേരത്തെ കണ്ട ഒരു മുത്തശ്ശി, രാത്രിയിൽ കണ്ട ഒരു മുത്തശ്ശി ഉണ്ടല്ലോ അവരിങ്ങനെ കാണുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല മുത്തശ്ശി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ, എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മുത്തശ്ശി പറയുന്നത് ആ ഒരു മുത്തശ്ശിയുടെ കൊച്ചുമാളെ കാണാനില്ലാന്ന്. അവളുടെ കൊച്ചുമാളുടെ പേര് ഹീജൻ എന്നാണ്. അവളെ നീ എവിടെയെങ്കിലും കണ്ടോ, അവള് വീട്ടിൽ നിന്ന് പോയിട്ട് ഞാൻ അവളെ അന്വേഷിച്ച് നടക്കുമായിരുന്നെന്ന് പറയുമ്പോൾ ഇല്ല മുത്തശ്ശി അവൾ എന്തായാലും വീട്ടിലേക്ക് വരും, വാ നിങ്ങളെ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു മുത്തശ്ശിയുടെ വീടിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടാകും. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ഹീറോയിനെ വിളിക്കുന്ന സമയത്ത് ഹീറോയിൻ ഈ ഒരു കാര്യം പറയും, ഇതേപോലെ അന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ആ ഒരു മുത്തശ്ശിയെ ഞാൻ കണ്ടുപിടിച്ചു, അവരെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് അപ്പൊ അതിനകത്തുള്ള ലേഡി ഓഫീസർ ഹീറോയോട് ചോദിക്കും അല്ല ആ ഒരു പെറ്റ് ഷോപ്പിലെ ആ പെൺകുട്ടിയല്ലേ അവൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇല്ല ആ ഒരു പെൺകുട്ടി ആ ഒരു അൽഷിമേഴ്സ് ബാധിച്ച ഒരു മുത്തശ്ശിയില്ലേ അവർ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി നടന്നു വന്ന് അവരുടെ കൊച്ചുമാളെ കാണാനില്ലാന്ന്, അങ്ങനെ അവരെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോയതാ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇവർ പറയുന്നത് ഓ ആ ഒരു മുത്തശ്ശിയല്ലേ അവരുടെ കൊച്ചുമാളെ കാണാതായിട്ട് ഒരുപാട് നാളായി, ആ ഒരു കൊച്ചിന്റെ അച്ഛനാണ് പരാതി കൊടുത്തത്, ഇതുവരെയും കണ്ടുകിട്ടിട്ടില്ല, അതിനുശേഷമാണ് ആ ഒരു മുത്തശ്ശി അങ്ങനെ ആയത് എന്നിങ്ങനെ പറയുന്നതും
ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു കാര്യം ഹീറോയിനെ അറിയിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഹീറോയിൻ ഇങ്ങനെ അയച്ചു കൊടുക്കും. അതേസമയം ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു മുത്തശ്ശി വീടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കും, അല്ല നിങ്ങളുടെ കൊച്ചുമകൾ എവിടെയാ? അപ്പൊ അവര് പറയും, അവള് റൂമിൽ കിടന്ന് ഉറങ്ങുക, ചെന്ന് നോക്ക്, അവളൊന്നും കഴിച്ചിട്ടില്ല, വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരാൻ പറയുമ്പോ ഹീറോയിൻ പതിയെ ആ ഒരു റൂമിനകത്തേക്ക് നടന്നു ചെല്ലും. അതേസമയം ഹീറോ വിളിച്ചിട്ട്, അല്ല നീ ഒരു മുത്തശ്ശി ചെറിയ പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് കുറെ നാളായി, അവളുടെ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്, എടുത്ത് നോക്കാൻ പറയുമ്പോ ഹീറോയിൻ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോ ഇവിടെയാണ് ഒരു ടെസ്റ്റ്. ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ ഒരു ഗോസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയാണത്. അതുപോലെ റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോ ആ റൂമിനകത്ത് ഒരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതും ഈ ഒരു സെയിം പെൺകുട്ടി തന്നെയാണ്. അപ്പൊ ഈ ഒരു മുത്തശ്ശിയുടെ കൊച്ചുമാളാണ് ഹീറോയിന്റെ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഗോസ്റ്റ് ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നതും ഒരുപാട് പേരെ ഇങ്ങനെ കൊല്ലുന്നതും. അങ്ങനെ ഹീറോയിൻ പേടിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട്, മുത്തശ്ശി ഹീജിൻ എവിടെയാ, സത്യം പറയും, എവിടെയാന്ന് ചോദിക്കുമ്പോ അവര് പറയും അവളെ കാണാനില്ല. ശരി എന്നാ നീ ഇത് ഇട്ടോന്നും പറഞ്ഞിട്ട് ഒരു കമ്പിളി വെച്ചുണ്ടാക്കിയ ഒരു ഷോൾ പോലെ അതെടുത്ത് ഹീറോയിന്റെ കഴുത്തിലേക്ക് എന്നെ ചുറ്റി കൊടുക്കും. അതേസമയം ഈ ഒരു മുത്തശ്ശിയുടെ മകൻ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നിട്ട്, ഹേയ് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല മുത്തശ്ശി വീണ്ടും വെളിയിലേക്ക് പോയി. ഓക്കെ ശരി നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പറഞ്ഞു വിടുമ്പോൾ ഹീറോയിൻ ഹീജിനെ പറ്റി ചോദിക്കും. അപ്പോൾ അവൻ പറയും, മറ്റുള്ളവരെ പറ്റി ഒരു കാര്യം അറിയേണ്ട ആവശ്യം നിനക്കില്ല, അത് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്നും തള്ളി വെളിയിലേക്ക് ആക്കാണ്. അങ്ങനെ ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ജനാല വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ മകനായാലും പെട്ടെന്ന് ആ മുത്തശ്ശി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോരുതെന്നെല്ലാം, എനിക്ക് വീണ്ടും ആ ഒരു കാര്യമൊന്നും ആലോചിക്കാൻ സമയമില്ല എന്നെല്ലാം പറഞ്ഞ് ആ ഒരു മുത്തശ്ശിയെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ് അവരെ റൂമിനകത്തേക്ക് കൊണ്ടുപോയി അടച്ചങ്ങി ഇടുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് ഹീറോയിൻ അവിടെ നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് അത് കണ്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുന്നതും ഹീറോയിൻ അതിന് മുന്നേ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ അവനായാലും കുറെ നേരം അവിടെ നോക്കി നിൽക്കുമ്പോൾ കുറെ ദൂരെ നിന്നും ഒരുപാട് പൂച്ചകൾ കരയുന്ന ശബ്ദം കേൾക്കുന്നു. അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നതും ഒരുപാട് പൂച്ചകൾ ഇപ്പോ ഓടി വന്നിട്ട് അയാളുടെ ദേഹത്തേക്ക് ചാടി കയറാണ്. എന്നിട്ട് നല്ലതുപോലെ അയാളെ കടിക്കുന്നുണ്ട്. കടിച്ച് ആ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുപോയി അയാളെയും അവിടെ വെച്ച് കൊല്ലുന്നു. അതേസമയം ഹീറോയിൻ പതിയെ താഴേക്കിറങ്ങി വരുന്ന സമയത്താണ് ആ ഒരു വെളുത്ത പൂച്ച അത് ഹീറോയിന്റെ മുന്നിലേക്ക് നിൽക്കുന്നു. എന്നിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ആയാലും പതിയെ താഴേക്കിറങ്ങി ചെല്ലുന്നതും അടുത്തൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിനുള്ളിലേക്കാണ് ഈ ഒരു പൂച്ച പോകുന്നത്. അങ്ങനെ അതിനെ ഫോളോ ചെയ്ത് ഈ ഒരു പൂച്ചകൾ മരിച്ചു കിടന്ന ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് ഹീറോയിൻ അങ്ങനെ നടന്നു പോവാണ്. ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അങ്ങനെ കാണാനില്ല, കാരണം അതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായല്ലോ. അങ്ങനെ അവിടെയെല്ലാം നല്ലതുപോലെ ആ ഒരു ടോർച്ചെല്ലാം അടിച്ചിട്ട് അവിടെയെല്ലാം ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഓടി പോകുന്നത് പോലെ. അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ കാണിക്കുമ്പോൾ എന്തോ ഒന്ന് കണ്ടിട്ട് ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചു പോകും. വേറെ ഒന്നുമല്ല, ഒരുപാട് പൂച്ചകൾ ഇപ്പോൾ അതിനകത്ത് നിൽപ്പുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഹീറോയിൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഹീറോയിന്റെ മുന്നിലേക്ക് നടന്നു വരികയാണ്. ഹീറോയിൻ നല്ലതുപോലെ പേടിച്ചിട്ട് പതിയെ പുറകിലേക്ക് നടന്ന് അവിടെ അടുത്തായിട്ട് കാണിക്കുമ്പോൾ ഒരു ടാങ്ക് ഉണ്ട്, അതിനടുത്തേക്ക് ഓടി വന്നിങ്ങനെ നിൽക്കും. എന്നിരുന്നാലും ഈ ഒരു പൂച്ചകള് അവളെ വിടുന്നില്ല. അവളാണെങ്കിലും പേടിച്ചിട്ട് ആ ഒരു ടാങ്കിന് മുകളിലേക്ക് കയറാനായിട്ട് ഒരു ഏണിയുണ്ട്, അതിനടുത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് മുകളിലെ ആ ഒരു വെളുത്ത പൂച്ച സിൽക്കി എന്ന് പറഞ്ഞിട്ട് അതിനെ കാണുമ്പോൾ ഹീറോയിൻ ആ ഒരു ഏണി വഴി മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ ഹീറോയിൻ ആയാലും മുകളിലേക്ക് വന്നിരുന്ന് ഹീറോയെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ അടുത്ത് നിന്നൊരു പൂച്ച പെട്ടെന്നൊരു ചാട്ടം. ഇത് കണ്ട് പേടിച്ച് ഹീറോയിൻ പതിയെ ആ ഒരു ടാങ്കിനുള്ളിലേക്ക് വന്നങ്ങ് വീഴും. അതിനകത്ത് വന്ന് വീണിട്ടാണ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, നല്ല ഇരുട്ടാണ്. അതേസമയം ഹീറോ അവളെ വിളിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല എന്നല്ല, ഹീറോയിന് കോള് പോകുന്നില്ല. അതേസമയം ഇവിടെ ഹീറോയിൻ എല്ലായിടത്തും നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ബാഗ് കിടപ്പുണ്ട്. അങ്ങനെ ആ ഒരു ബാഗ് എടുത്ത് കയ്യിൽ വെക്കുന്നതും ആ ഒരു ടാങ്കിനുള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ചെറിയ പെൺകുട്ടിയുടെ. ഹീറോയിൻ അങ്ങനെ നോക്കി നിൽക്കുന്നതും അതിനകത്തുള്ള ആ ഒരു ഏണിയും പൈപ്പും എല്ലാം നല്ലതുപോലെ ഇങ്ങനെ കുലുങ്ങാണ്. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഹീറോയിൻ പേടിച്ചങ്ങനെ ഇരിക്കുന്നതും കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോ ആഹാ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് ഉണ്ടല്ലോ, അത് ഇപ്പോ ഹീറോയിൻ അടുത്തേക്ക് അങ്ങനെ വരുന്നു. എന്നിട്ട് ഹീറോയിൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു മുത്തശ്ശി വിളിക്കുന്ന ശബ്ദം കേട്ട് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോയിന് മനസ്സിലായി ആ ഒരു മുത്തശ്ശി ഈ ഒരു പെൺകുട്ടി നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുമല്ല, ആ ഒരു മുത്തശ്ശി കൊടുത്ത ആ ഒരു തുണിയില്ലേ, അതും കൂടി കാണുന്നതും ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ മുഖം തന്നെ പെട്ടെന്ന് മാറുകയാണ്. എന്നിട്ട് അവൾ നല്ലതുപോലെ കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു പെൺകുട്ടിക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഹീജിനും ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവള് ഇവിടെയുള്ള ആ ഒരു പൂച്ചകളുമായിട്ട്, അവിടെയുള്ള ഒരുപാട് പൂച്ചക്കുട്ടികളുണ്ട്, അതിനോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് എന്നും ഇവിടെ വരും. അങ്ങനെ ഒരു ദിവസം ഈ ഒരു പൂച്ചകളുമായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം ഈ അപ്പാർട്ട്മെന്റിന്റെ ഓണറായിട്ടുള്ള ലേഡി ഉണ്ട്, അവരിവിടേക്ക് വന്നിട്ട് ഈ ഒരു പൂച്ചകളെ കണ്ട് അവരുടെ കൂടെയുള്ള ഒരാളോട് പറയും, ശരി ഈ ഒരു പൂച്ചകളെ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനിങ്ങനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല, ഒന്നേലും ഇതിനെല്ലാം ഇവിടെ വെച്ച് കൊല്ലണം, ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, സോറി മാഡം, ഇതൊരു ജീവനല്ലേ, കുറച്ച് സമയം കൊടുത്തോടെ ഞാൻ ചോദിക്കുമ്പോൾ അതൊന്നും നടക്കത്തില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നതും ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീജിൻ ഇവിടെ നിന്ന് ഒളിഞ്ഞിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നതും ഹീജിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ പൂച്ചക്കുട്ടികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിനെ കൊല്ലുമെന്ന് വിചാരിച്ചിട്ട്
ഓരോ പൂച്ചക്കുട്ടികളായിട്ട് എടുത്ത് അവളുടെ ബാഗിലാക്കി അവൾ ആ ഒരു വലിയ ടാങ്ങുണ്ടല്ലോ അതിനുള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് അതിനോട് പറയുന്നുണ്ട്, ആരും കാണാതെ ശബ്ദം ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കണ്ടുപിടിച്ച് കൊല്ലും എന്നെല്ലാം പറഞ്ഞ് ഇവള് മുകളിലേക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇതിന് വെളിയിൽ ആ ഒരു പൂച്ചകളെ കൊല്ലാനായിട്ട് ഒരാൾ വന്നിങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഇത് കാണുന്നതും അവളെ അയാൾ കാണണ്ടെന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഏണിയിൽ ചവിട്ടി കാല് തെറ്റി ഹീജിൻ നേരെ താഴേക്ക് വന്ന് വീഴും. ചെറിയ പെൺകുട്ടിയല്ലേ, താഴേക്ക് വീഴുമ്പോൾ അവളെ കൊണ്ട് എഴുന്നേൽക്കാനോ ഒന്ന് അനങ്ങാനോ കഴിയത്തില്ല. അതേസമയം ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു മുറി വെളിയിൽ നിന്ന് നല്ലതുപോലെ ലോക്ക് ചെയ്തിട്ട് ഈ ഒരു പൂച്ചകളെല്ലാം കൊല്ലാൻ വേണ്ടി അതിന് വെളിയിലെ ആ ഒരു ഡോറ് വെൽഡ് ചെയ്തങ്ങ് അടയ്ക്കും. അത് കഴിഞ്ഞ് പലയിടങ്ങളിലും ഈ ഒരു ഇതിനുള്ളിലേക്ക് പൂച്ചകൾ പോവാതിരിക്കാനും അതിനകത്ത് നിന്ന് വെളിയിലേക്ക് വരാതിരിക്കാനും പലയിടങ്ങളിലും സിമന്റ് എല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ മൂടുകയും ചെയ്യുന്നു. പൂച്ചകളെ കൊല്ലാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്തൂടെ, ഇങ്ങനെ നരകിപ്പിച്ച് കൊല്ലണോ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ തോന്നിപ്പോവും. അതുപോലെ ആ ഒരു നാട്ടുകാരൻ പറയുന്നുണ്ട്, ഇതിന്റെ എല്ലാം ശല്യം ഇപ്പൊ കഴിയുമല്ലോ, എന്തൊരു ബഹളമാണ് എന്നെല്ലാം പറഞ്ഞ് ഉള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീജിൻ അവൾക്കൊന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും കഴിയാതെ അതിനകത്ത് കിടന്ന് മനസ്സിലെ മുത്തശ്ശി എന്നെ രക്ഷിക്കാൻ വാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഹീജിൻ മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവളോടൊപ്പം തന്നെ അതിനകത്ത് കിടന്ന് മരിച്ച എല്ലാ പൂച്ചകളുടെയും ആത്മാക്കളെല്ലാം കയറിയിട്ടാണ് ഹീജിൻ അതുപോലെ ഒരു ഗോസ്റ്റായിട്ട് മാറുന്നതും പിന്നീട് പൂച്ചകളെ ഉപദ്രവിക്കുന്നവരെയും അവൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പൂച്ചകളെ കൊണ്ടുപോകുന്നവരെയും അവൾ കൊല്ലാനും തുടങ്ങുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഹീറോയിൻ കണ്ടിട്ട് ഹീറോയിൻ അങ്ങനെ കരഞ്ഞ്, കുഴപ്പമില്ല ഹീജിൻ, നിന്റെ മുത്തശ്ശി നിന്നെ അന്വേഷിച്ച് വരും എന്നും പറഞ്ഞ് അവളുടെ മുത്തശ്ശി കൊടുത്ത ആ ഒരു തുണിയുണ്ടല്ലോ അതെടുത്ത് ഹീജിന് ഇട്ട് കൊടുത്തിട്ട് ഹീറോയിൻ അങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോ അവളുടെ ലൊക്കേഷൻ എങ്ങനെയോ മനസ്സിലാക്കി ആ ഒരു ടാങ്കിന് മുകളിലേക്ക് കയറി ഉള്ളിലേക്ക് അടിച്ചു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ അവിടെ ഇരുന്ന് കരയുന്നു. ഹീറോയിന്റെ കയ്യിലാണെങ്കിൽ ഹീജിന്റെ ശരീരം ഒരുപാട് നാളായിട്ട് അവിടെ കിടന്ന് അഴുകി നശിച്ച ഹീജിന്റെ ശരീരം വെച്ച് ഹീറോയിൻ അവിടെ ഇരുന്ന് കരയാണ്. അങ്ങനെ ഹീജിന്റെ ശരീരം അവളുടെ മുത്തശ്ശി കണ്ടുപിടിച്ചതോടുകൂടി അവളുടെ ആത്മാവ് എന്തായാലും സമാധാനപ്പെട്ടു. അതുപോലെ അവളുടെ ശരീരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആ ഒരു വെളുത്ത പൂച്ച നമ്മുടെ ഹീറോയിനെ ചുറ്റിപ്പറ്റി നടന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിന്റെ അച്ഛനെ കാണാൻ വേണ്ടി അവൾ ഒരിക്കലും പോകത്തില്ല. കാരണം ഹീറോയിന്റെ അച്ഛൻ ഒരു മെന്റൽ ഹോസ്പിറ്റലാണുള്ളത്. അവൾ പലതവണ പോകുന്നതല്ലാതെ ഒരിക്കലും അവളുടെ അച്ഛനെ കാണത്തില്ലായിരുന്നു. പക്ഷെ ഇത്തവണ എന്തോ ഹീറോയിൻ അവളുടെ അച്ഛനെ വന്ന് കണ്ടിട്ട് അവിടെ വന്ന് തിരിച്ചു വന്ന് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നമ്മുടെ ഹീറോ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കാറിലേക്ക് കയറിയിട്ട് അങ്ങനെ ഹീറോയിൻ കാറിലേക്ക് കയറി അച്ഛനെ കണ്ടു, കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞ് ഇവർ പോകാനായിട്ട് വരുമ്പോൾ എന്തോ ഒരു ശബ്ദം. അപ്പോൾ ഹീറോയിൻ പറയും, കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തേ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് താഴേക്ക് ഇറങ്ങി എവിടെ നിന്നാ ശബ്ദം കേൾക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആ ഒരു കാറിനടിയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ അതിനകത്തൊരു പൂച്ചക്കുട്ടി ഇരുന്നങ്ങനെ കരയാണ്. കാരണം തണുപ്പ് കാരണം കാറിനടിയിലേക്ക് കയറിയതാണ്. അങ്ങനെ ആ ഒരു പൂച്ചക്കുട്ടിയെ കണ്ടിട്ടാണ്, ഹേയ് നീ ഇവിടെ ഇരിക്കുകയാണോ, തണുപ്പ് കാരണം ഇതിനകത്തേക്ക് കയറിയതാണല്ലേ, ശരി വാ എന്ന് പറഞ്ഞ് ഹീറോയിൻ അതിനെ എടുക്കുന്നതും ദി ക്യാറ്റ് എന്ന് പറഞ്ഞൊരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ തുടക്കത്തിൽ കുറച്ച് പേടിക്കാനുണ്ടെങ്കിലും അവസാനം നല്ലതുപോലെ തന്നെ അവസാനിപ്പിച്ചു അല്ലേ. അപ്പൊ ഇത് രാത്രിയിൽ കണ്ടിട്ട് ഉറങ്ങാൻ പോകുന്നവരോട് നിങ്ങളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കട്ടിലിനടിയിലേക്ക് ഒന്ന് നോക്കിക്കോ, എന്തെങ്കിലും ശബ്ദമോ വല്ലോ കേൾക്കുന്നുണ്ടാന്ന്, എന്നിട്ട് എല്ലാവരും കിടന്നുറങ്ങിയാൽ മതിയേ.